ഹലോ, വെൽക്കം ബാക്ക്. കിഡ്സ് സ്പെഷ്യൽ വാനില പാൻ കേക്ക്. നമ്മുടെ പന്നോമനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പാൻ കേക്ക്. പല ഷേപ്പിലും ആകൃതിയിലും കളറിലും ഫ്ലേവറിലൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റി മാറ്റി നമുക്കുണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് കട്ടർ ഉപയോഗിച്ച് സ്റ്റാർ ഷേപ്പ്, റൗണ്ട്, ഹാർട്ട് ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ വേഗം നമ്മുടെ പാൻ കേക്ക് കഴിച്ച് സന്തോഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പ്രചോദനവുമാണ്. ഇതിനായി ആദ്യം ഉപയോഗിക്കുന്നത് ഒരു മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലൊരു മുട്ടയിട്ട് ആ കൂട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ഹണിയും ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ച് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇടുക. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 8 ടേബിൾ സ്പൂൺ മിൽക്ക്, നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്കും ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 150 ഗ്രാം കേക്ക് പൗഡറും ഈ കൂട്ടിലേക്ക് അല്പം ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ബാറ്റ് തയ്യാറാക്കുക. കേക്ക് പൗഡറിന് പകരം ആരോറൂട്ട് പൗഡറോ ആൽമണ്ട് ഫ്ലവറോ കോൺഫ്ലവറോ പലതും ഉപയോഗിക്കാം. അത് നല്ല ഹെൽത്തിയുമാണ്. അവസാനമായി വാനില എസൻസ് ഒഴിച്ച് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്ത് ഒരു പാൻ ചൂടാക്കി നമുക്ക് വ്യത്യസ്തമായ ഷേപ്പിലും കളറിലും ഫ്ലേവറിലും പാൻ കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബിസ്ക്കറ്റ് കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ച് പതുക്കെ നമ്മുടെ തിക്കായ ബാറ്റ് ഒഴിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അവർ വളരെ ഹാപ്പിയായി പ്ലേറ്റ് കാലിയാക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതുക്കെ മറച്ചിട്ട് ഒന്നും കൂടി വേവിച്ച് നമുക്കത് എടുക്കാവുന്നതാണ്. എപ്പോഴും ലോ ഫ്ലെയിം ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാൻ കേക്കിൻ്റെ കളറ് വളരെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് മാറിപ്പോകുന്നതാണ്. ഇവിടെ ഒരു സെറ്റ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ അത് വെട്ടി മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റ് പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അച്ചിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും ജാമോ ഒക്കെ ഇഷ്ടാനുസരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവർ പ്ലേറ്റ് കാലിയാക്കുന്ന സമയം നമ്മൾ നോക്കിയാൽ മതി. വളരെ സെക്കൻഡ്സിനകം അവർ ഇത് കാലിയാക്കുന്ന